ഹായ്. പാട്രിയറ്റ് എന്ന സിനിമയിൽ വമ്പൻ താരങ്ങൾ ഒന്നിക്കുന്നു. മെയ് 1-നാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. മോഹൻലാൽ, മമ്മൂട്ടി, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര, അങ്ങനെ വലിയ താരനിര. ഈ സിനിമയിൽ മമ്മൂട്ടിയും കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും ഇന്നായതിനു ശേഷമാണ് മോഹൻലാൽ ഈ സിനിമയിലേക്ക് വരുന്നത്. മോഹൻലാൽ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വന്നത് എന്ന് മമ്മൂക്കയും അതുപോലെ ഇതിന്റെ അണിയറ പ്രവർത്തകരും പറയുന്നുണ്ട്. ഈ സിനിമ ഒരു നാഷണൽ ലെവൽ റീച്ച് ഉണ്ടാക്കണം, ഒരു പാൻ ഇന്ത്യൻ രീതിയിൽ റീച്ച് ആവണം എന്നുള്ള രീതിയിൽ ഇവർ മറ്റു ഭാഷയിലെ വമ്പൻ താരങ്ങളെ സമീപിക്കാൻ ഒരുങ്ങി. അപ്പോഴാണ് മമ്മൂക്ക നമ്മൾക്ക് തന്നെ ഒരാളുണ്ടല്ലോ, അതായത് ഈ രീതിയിൽ റീച്ചാക്കാൻ പറ്റുന്ന ഒരാളുണ്ടല്ലോ, മോഹൻലാൽ. അതുകൊണ്ട് നമുക്ക് മോഹൻലാലിനോട് കഥ പറഞ്ഞു നോക്കാം എന്നുള്ളതാണ് മമ്മൂട്ടി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മോഹൻലാലിനോട് കഥ പറയുന്നു, മോഹൻലാലിന് കഥ ഇഷ്ടമാവുന്നു, മോഹൻലാൽ സിനിമയിലേക്ക് വരുന്നു. ഇത് പല ആൾക്കാർക്കും ഇഷ്ടമായിട്ടില്ല, പ്രത്യേകിച്ച് മമ്മൂട്ടി ആരാധകർക്ക്. ഇവരെ ഞാൻ മമ്മൂട്ടി ആരാധകർ എന്ന് വിളിക്കുന്നില്ല, മോഹൻലാൽ ഹേറ്റേഴ്സ് എന്ന് വിളിക്കാം. അതാണ് കുറച്ചുകൂടി നല്ലത്. മോഹൻലാലിനെ എന്തിനാണ് സിനിമയിലേക്ക് കൊണ്ടുവന്നത്? അദ്ദേഹത്തിന് ഒരു ഗ്യാരണ്ടിയുമില്ല, ഒരു ബോക്സ് ഓഫീസ് പവറുമില്ല. കേരളം വിട്ടാൽ ഒരാൾക്ക് പോലും ഈ വ്യക്തിയെ അറിയില്ല. ഋഷഭ എന്ന സിനിമ കണ്ടില്ലേ, പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായില്ലേ? ഈ വ്യക്തിയാണോ പാൻ ഇന്ത്യൻ റീച്ചിന് വേണ്ടി കൊണ്ടുവരുന്നത്? ചിരി വരുന്നു. അങ്ങനെ കുറെ കമന്റ്സുകൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറഞ്ഞത്, അതായത് നാഷണൽ ലെവൽ റീച്ചിന് വേണ്ടിയാണ് മോഹൻലാൽ എന്ന താരത്തെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, മമ്മൂക്കയാണ്. പിന്നെ ഋഷഭ എന്ന സിനിമ പരാജയപ്പെട്ടു, വമ്പൻ പരാജയമായി എന്നൊക്കെ പറയുന്നുണ്ട്. ഋഷഭ എന്ന സിനിമ ഇറങ്ങുന്നതിന് മുൻപേ പരാജയപ്പെടുമെന്ന് എല്ലാവർക്കും അറിയാം. ആ രീതിയിലാണ് അതിന്റെ ഓരോ സംഭവങ്ങളും പുറത്തു വന്നത്, ട്രailer ആയാലും ടീസർ ആയാലും. പിന്നെ സിനിമ ഇറങ്ങിയതിനു ശേഷം ഇമാതിരി ഒരു ദുരന്ത സിനിമ ആരും കണ്ടു കാണില്ല. അതിൽ മോഹൻലാൽ അല്ല, ആരഭിനയിച്ചാലും ആ സിനിമയുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. അതിൽ ഒരു മാറ്റവും ഇല്ല. പിന്നെ എന്തുകൊണ്ട് മോഹൻലാൽ വലിയ താരം എന്ന് പറയുന്നു, അല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് ഒരു നാഷണൽ ലെവൽ റീച്ചിന് വേണ്ടി മോഹൻലാലിനെ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ കഥയിൽ അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതായത് പാട്രിയറ്റ് എന്ന സിനിമയുടെ കഥയിൽ അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇത് ഒരു മികച്ച സിനിമയായി മാറും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഈ സിനിമയുടെ ബഡ്ജറ്റ് 80 കോടിയാണ് ആദ്യം പറഞ്ഞു കേട്ടത്. അതായത് ആ രീതിയിലാണ് അവർ സിനിമ ഒരുക്കാൻ തീരുമാനിച്ചിരുന്നത്. പിന്നീട് അത് വലിയ ബഡ്ജറ്റിലേക്ക് പോയി ഇപ്പോൾ 140 കോടിയായി മാറി. ഇപ്പോൾ 140 കോടി ആയിട്ടും എന്തുകൊണ്ട് പ്രൊഡ്യൂസർക്ക് വലിയ ടെൻഷൻ ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം മോഹൻലാൽ തന്നെയാണ്. മോഹൻലാൽ മാത്രമല്ല, മറ്റുള്ള താരങ്ങളുമുണ്ട്. പക്ഷെ മോഹൻലാൽ എന്ന താരം അവിടെ ഉള്ളത് കൊണ്ട് അവർക്ക് കൂടുതൽ ടെൻഷൻ ഇല്ല എന്നുള്ളതാണ്. അതായത് സിനിമ മികച്ചതായി കഴിഞ്ഞാൽ അതിലെ നായക കഥാപാത്രം മോഹൻലാലാണ് എങ്കിൽ സിനിമ വമ്പൻ കളക്ഷനിലേക്ക് പോവും എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒരുപാട് സിനിമകൾ റിലീസായി. മമ്മൂട്ടിയുടെയും മികച്ച സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, മോഹൻലാലിന്റെയും മികച്ച സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. മമ്മൂട്ടിയുടെ മികച്ച സിനിമകൾക്ക് മാക്സിമം കളക്ഷൻ എന്ന് പറയുന്നത് 85 കോടിയാണ്. അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. മോഹൻലാലിന്റെ സിനിമകൾ 100ഉം 200ഉം കോടി കടന്ന് മുന്നോട്ട് പോയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് തന്നെ 100 കോടി നേടിയ താരവുമാണ് മോഹൻലാൽ. അപ്പോൾ ഈ ഒരു നടൻ ഒരു മികച്ച സിനിമയിൽ ഉണ്ടെങ്കിൽ ആ സിനിമയുടെ കളക്ഷൻ വേറെ ലെവലാവും. മോഹൻലാൽ ഇല്ല എന്ന് വിചാരിക്കുക, ആ സിനിമയുടെ കളക്ഷൻ താഴേക്ക് പോവും എന്നുള്ളത് ഉറപ്പാണ്. സിനിമ വിജയിക്കുമായിരിക്കും, നല്ല കളക്ഷൻ കിട്ടുകയും ചെയ്യും. പക്ഷെ മോഹൻലാൽ കൂടി ഉണ്ടെങ്കിൽ ആ സിനിമയുടെ കളക്ഷൻ വേറെ ലെവലിലേക്ക് പോവും എന്നുള്ളതാണ്. അത് കൃത്യമായി അതിന്റെ അണിയറ പ്രവർത്തകർക്ക് അറിയാം, പ്രത്യേകിച്ച് മമ്മൂട്ടിക്ക് അറിയാം. പിന്നെ ചില ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്, മമ്മൂട്ടിയാണ് ഈ സിനിമയിലെ നായകൻ, ഇതൊരു മമ്മൂട്ടി സിനിമയാണ് എന്നുള്ള രീതിയിൽ പല മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബ് ചാനലിലും അതുപോലെ പല ആൾക്കാരും പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിന്നെ എന്തുകൊണ്ട് ഇതിന്റെ സംവിധായകനായിട്ടുള്ള മഹേഷ് നാരായണനും അതുപോലെ ഇതിന്റെ പ്രൊമോഷനും എല്ലാം മമ്മൂട്ടി മോഹൻലാൽ ചിത്രം എന്നുള്ള രീതിയിൽ പറയുന്നു. മഹേഷ് നാരായണൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇതൊരു മമ്മൂക്ക മോഹൻലാൽ സാർ മൂവിയാണ്. അതുപോലെ തന്നെ ഇതിന്റെ പ്രൊമോഷൻ വേളയിൽ ഇതൊരു മമ്മൂട്ടി മോഹൻലാൽ സിനിമയാണ് എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? ഇതൊരു മമ്മൂട്ടി ചിത്രമാണെങ്കിൽ മമ്മൂട്ടി ചിത്രം എന്നുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്തോടെ, എന്തുകൊണ്ട് മോഹൻലാലിന്റെ പേര്? അതാണ് ബിസിനസ്, അതവർ ഉപയോഗിക്കുകയാണ്. മോഹൻലാൽ എന്ന ബ്രാൻഡ് എന്താണ് എന്ന് അതിന്റെ അണിയറ പ്രവർത്തകർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു രീതിയിൽ ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത്. പലപ്പോഴും നിങ്ങൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, മോഹൻലാൽ എന്ന നടൻ മലയാള സിനിമയ്ക്ക് എന്താണ് എന്നുള്ളൊരു കാര്യം. മലയാള സിനിമയിൽ ആദ്യ 50 കോടി എന്ന നേട്ടം സ്വന്തമാക്കിയത് മോഹൻലാലാണ്. മോഹൻലാലിലൂടെയാണ് മലയാള സിനിമ 50 കോടി ആദ്യമായി കാണുന്നത്. ദൃശ്യം എന്ന സിനിമയിലൂടെ 2013, അതായത് 13 വർഷങ്ങൾക്ക് മുൻപ്. 100 കോടി എന്ന നേട്ടവും മോഹൻലാൽ എന്ന നടനാണ് മലയാള സിനിമയ്ക്ക് കാണിച്ചു തന്നത്. 2016, അതായത് 10 വർഷം മുൻപ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടി എന്ന നേട്ടം മലയാള സിനിമയ്ക്ക് കാണിച്ചു തന്നത് മോഹൻലാലാണ്. അതുവരെ 100 കോടി വെറും സ്വപ്നമായിരുന്നു. 2013 50 കോടിയും വെറും സ്വപ്നമായിരുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 കോടി എന്ന നേട്ടം പുലിമുരുകനിലൂടെ നമ്മൾ കണ്ടു. അതും ഒരു റെക്കോർഡാണ്. ഇന്ത്യയിൽ നിന്ന് മാത്രം 100 കോടി നേടുന്ന സിനിമയായിട്ട് പുലിമുരുകൻ മാറി. ഒരു മലയാള സിനിമ ഇന്ത്യയിൽ നിന്ന് മാത്രം 100 കോടി നേടുന്നത് പുലിമുരുകൻ എന്ന സിനിമയിലൂടെയാണ്.
അപ്പോൾ ഇതെല്ലാം ആദ്യം നേടിയത് മോഹൻലാലാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം 50 കോടി എന്നത് ആദ്യമായി നേടിയത് ലൂസിഫർ എന്ന മോഹൻലാൽ ചിത്രമാണ്. അതായത് വിദേശ കളക്ഷനിലൂടെ 50 കോടി എന്ന നേട്ടം സ്വന്തമാക്കിയതും മോഹൻലാലാണ് ആദ്യമായി. ഈ ആദ്യം എന്ന് പറയുന്നത് ഒരു റെക്കോർഡാണ്. അതൊരിക്കലും ഒരാൾക്കും മറികടക്കാൻ സാധിക്കില്ല. ഇനി വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം 100 കോടിക്ക് മേലെ കളക്ഷൻ നേടിയ സിനിമയും മോഹൻലാലിന്റെ പേരിൽ തന്നെയാണ്, എമ്പുരാന്റെ പേരിൽ. 145 കോടിയാണ് എമ്പുരാന്റെ വിദേശ കളക്ഷൻ. അതും ഒരാൾക്കും മറികടക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ 200 കോടിയൊക്കെ എത്തിയേക്കാം. പക്ഷെ ആദ്യം 100 കോടിക്ക് മുകളിൽ നേടിയെടുത്തത് മോഹൻലാലാണ് എമ്പുരാനിലൂടെ. ഇനി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യമായി 100 കോടി നേടിയതും മോഹൻലാൽ തന്നെയാണ്, തുടരും എന്ന സിനിമയിലൂടെ. അതും ഒരു റെക്കോർഡാണ്. അതും ഒരാൾക്കും മറികടക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ പറയുമ്പോൾ ഒരുപാട് റെക്കോർഡുകളുണ്ട് മോഹൻലാലിന്റെ പേരിൽ. ഇനി പല ആൾക്കാർക്കും മറികടക്കാൻ പറ്റുന്ന റെക്കോർഡുകളുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ ഫസ്റ്റ് ഏറ്റവും വലിയ കളക്ഷൻ, വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഫസ്റ്റ്. ഇതൊക്കെ ഇപ്പോഴും മോഹൻലാലിന്റെ പേരിൽ തന്നെയാണ്. അതൊരു പക്ഷെ മറികടന്നേക്കാം. അതായത് ആദ്യ ദിവസം തന്നെ 50 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. 68 കോടിയാണ് എമ്പുരാൻ ഫസ്റ്റ് ഡേ നേടിയെടുത്തത്. ആ റെക്കോർഡ് ഇപ്പോഴും മോഹൻലാലിന്റെ പേരിൽ തന്നെയാണ്. അതിൽ ആദ്യ ദിവസം 50 കോടിക്ക് മുകളിൽ നേടിയെടുത്ത ആദ്യ സിനിമ എന്ന റെക്കോർഡ് ഒരിക്കലും മറികടക്കാൻ സാധിക്കില്ല. പക്ഷെ മോഹൻലാലിന്റെ ആ റെക്കോർഡ് മറികടന്നേക്കാം. 68 കോടിക്ക് മുകളിൽ എന്നുള്ള റെക്കോർഡ് പല നടന്മാരും ഒരു പക്ഷേ 5-6 വർഷം കഴിയുമ്പോൾ മറികടന്നേക്കാം. ഇപ്പോഴൊന്നും നടക്കില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്, മോഹൻലാലിനൊഴിച്ച്. മോഹൻലാൽ എന്ന നടൻ മലയാള സിനിമയ്ക്ക് എന്താണ് എന്ന് കൃത്യമായിട്ട് ഇതിൽ തന്നെ ഉണ്ട്. 4ഓളം ചിത്രങ്ങൾ മോഹൻലാലിന്റെ 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട്. മറ്റൊരു നടനും ഒന്നിൽ കൂടുതൽ ചിത്രങ്ങളില്ല. 200 കോടിക്ക് മുകളിൽ മോഹൻലാലിന്റെ 2 സിനിമകൾ വന്നിട്ടുണ്ട്. ആകെ 5 സിനിമകൾ മാത്രമാണ് 200 കോടി എന്ന നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളൂ. അതിൽ 2 സിനിമകളും മോഹൻലാലിന്റെ പേരിലാണ്. അപ്പോൾ മോഹൻലാൽ എന്ന നടന്റെ സ്റ്റാർഡം വളരെ വലുതാണ്. ആ സ്റ്റാർഡം ഉപയോഗിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ തന്നെയാണ് പാട്രിയറ്റ് ടീം മോഹൻലാലിനെ കാസ്റ്റ് ചെയ്തത്. മോഹൻലാലിനെ ഈ സിനിമയിൽ ഉൾപ്പെടുത്താൻ മമ്മൂക്ക ഡയറക്ടറോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ്. മമ്മൂട്ടിക്ക് കൃത്യമായി അറിയാം മോഹൻലാൽ എന്ന നടന്റെ ബോക്സ് ഓഫീസ് പവർ എന്താണ് എന്ന്. അപ്പോൾ മോഹൻലാൽ ഹേറ്റേഴ്സ് ഇങ്ങനെ കുരച്ചുകൊണ്ടേയിരിക്കും. അതങ്ങനെയാണ്. മോഹൻലാലിന്റെ കഴിവിൽ അല്ലെങ്കിൽ മോഹൻലാലിന്റെ പവറിൽ വിശ്വാസമുണ്ട്. ഇവിടെ ഞാൻ മമ്മൂക്കയെ കുറ്റം പറയുന്നതല്ല. മമ്മൂക്കയെ പോലുള്ള ഒരു താരം ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നു പറയുന്നു മോഹൻലാലിനെ ഇതിൽ ഉൾപ്പെടുത്തിയത് ഒരു നാഷണൽ ലെവൽ റീച്ചിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അത് മമ്മൂട്ടിയുടെ വലിയ മനസ്സാണ്. മമ്മൂട്ടിക്കും മോഹൻലാലിനും വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം അവരുടെ ഇടയിലുണ്ട്. പരസ്പരം വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ രണ്ടുപേരും കാണുന്നു. അവർക്കിടയിൽ ഈഗോ ഇല്ല. സിനിമയിൽ മത്സരങ്ങളുണ്ടാകും, പക്ഷേ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരാണ് ഈ പറയുന്ന മോഹൻലാലും മമ്മൂട്ടിയും. അപ്പോൾ ഇവരുടെ ഫാൻസ് ഇവിടെ തല്ലുകൂടും, അത് വേറെ കാര്യം. പക്ഷെ തല്ലുകൂടുമ്പോൾ അത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞായിരിക്കണം, അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാവരുത്. പല ആൾക്കാരും പറയുന്നൊരു കാര്യമാണ് മോഹൻലാലിന്റെ കളക്ഷൻ റെക്കോർഡെല്ലാം തള്ളാണ് എന്ന്. ഇവിടെ ആര് തള്ളിയാലും കളക്ഷൻ മുന്നോട്ട് പോവില്ല. ട്രാക്കേഴ്സ് വിടുന്ന കണക്ക് മാത്രമേ എല്ലാവരും പറയാറുള്ളൂ. മോഹൻലാലിന്റെ 100 കോടി 200 കോടി ചിത്രങ്ങളെല്ലാം അവർ തള്ളിയതല്ല, ട്രാക്കേഴ്സ് പറഞ്ഞ കണക്കാണ്. ഇപ്പൊ വാഴയുടെ കളക്ഷൻ ആയാലും മമ്മൂട്ടിയുടെ ഭീഷ്മപർവ്വത്തിന്റെ കളക്ഷൻ ആയാലും കളങ്കാവലിന്റെ കളക്ഷൻ ആയാലും ലോകയുടെ കളക്ഷൻ ആയാലും തുടരും, എമ്പുരാൻ, ഈ സിനിമകളുടെ കളക്ഷൻ ആയാലും എല്ലാം ട്രാക്കേഴ്സ് പറഞ്ഞ കണക്കാണ്. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ പാട്രിയറ്റ് എന്ന സിനിമ വമ്പൻ കളക്ഷനിലേക്ക് പോവാൻ വേണ്ടി തന്നെയാണ് മോഹൻലാൽ എന്ന താരത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. വലിയ ബഡ്ജറ്റ് തിരിച്ചു പിടിക്കണമെങ്കിൽ, അതായത് മികച്ച സിനിമ എടുത്താൽ മാത്രം പോരാ, ഈ ബഡ്ജറ്റ് തിരിച്ചു പിടിക്കുക കൂടി വേണം. അങ്ങനെ തിരിച്ചു പിടിക്കാൻ വലിയൊരു താരത്തെ ആവശ്യമുണ്ടായിരുന്നു അവർക്ക്. അതുകൊണ്ട് മോഹൻലാൽ ഈ സിനിമയിലേക്ക് വന്നു. സിനിമ മികച്ചതായി കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന നടനിലൂടെ തീർച്ചയായും മമ്മൂട്ടി മോഹൻലാൽ എന്ന ഒരു പവറിലൂടെ ആ വലിയ കളക്ഷൻ സിനിമയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നൊരു ബൈ.